നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 17-ാം തീയതി 1201 ആണ്ട് മകരമാസം 3-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ ദിവസം നക്ഷത്രം വന്നിരിക്കുന്ന രാവിലെ മൂലനക്ഷത്രമാണെങ്കിൽ പോലും ഒരു 8 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ പൂരാടം നക്ഷത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ 6 നാഴികയ്ക്ക് മുകളിലുണ്ടെങ്കിൽ മാത്രമേ ആ ദിവസം നമുക്ക് എടുക്കാവൂ. 6 നാഴികയില്ല. അതുകൊണ്ട് ഇന്ന് ബർത്ത്ഡേ എടുക്കുമ്പോൾ മൂലനക്ഷത്രമല്ല പൂരാട നക്ഷത്രം എടുക്കണം. മൂലവും പൂരാടവും ഒക്കെ ശുഭനക്ഷത്രങ്ങളാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം ശനിയാണ്. അതായത് എല്ലാ കാര്യങ്ങൾക്കും ഇഴച്ചിലുണ്ടാവുന്ന ദിവസമാണ്. ഒരു കാര്യങ്ങളും അത്ര കണ്ട് ഭംഗിയായി പോകത്തില്ല. അതുകൊണ്ട് ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാലുവായിട്ട് തന്നെ ചെയ്യണം. നമുക്കിന്ന് തടസ്സം ഉണ്ടാവും, അല്ലെങ്കിൽ വഴിയിൽ ബ്ലോക്കുണ്ട്, അല്ലെങ്കിൽ ഇന്ന് മഴ പെയ്യും എന്നറിഞ്ഞ് നമ്മൾ അതിനുള്ള മുൻകരുതലെടുത്ത് പോകുന്നത് പോലെ ഓരോ സമയദോഷം നിങ്ങളെ അറിയിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പൂരാട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, മകരമാസത്തിലെ പൂരാട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ജന്മനാളിൻ്റെ ഫലത്തെ എടുക്കുമ്പോൾ നമുക്ക് വളരെ തടസ്സഭാവങ്ങളെ കൊടുക്കുന്ന ഒരു വർഷമാണ്. സാമ്പത്തികമായിട്ട് ജോലിയിൽ പ്രോബ്ലംസ് ഉണ്ടാവും. അതുപോലെ സാമ്പത്തിക നഷ്ടം വരും, രോഗാതുരിതങ്ങൾ വർദ്ധിക്കും, അപകടങ്ങളുണ്ടാവാം, ശത്രുഭയം കൂടാം, സമാധാനം കിട്ടാതെ വരാം. ഇതൊക്കെ വരുന്നതാണ് ശനി. അതുകൊണ്ട് നമുക്ക് ഇതിനെ അതിജീവിച്ച് പോകാൻ വേണ്ടി ശനിയുടെ പിതാവായ സൂര്യനെ തൊഴണം, ശനി വ്രതം നോക്കണം, നീരാഞ്ജനം കത്തിക്കണം, ശനീശ്വര യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. ദോഷം നമുക്ക് എഫക്റ്റ് ചെയ്യാതെ പോകാൻ സാധിക്കും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി പോകണം. രാഹുകാലം കലണ്ടറിൽ ശനിയാഴ്ച ദിവസം രാഹുകാലം 9 മണി മുതൽ 10:30 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 9:42 രാഹുകാലം തുടങ്ങുള്ളൂ. അതുകൊണ്ടാണ് ഈ രാഹുകാലമൊക്കെ ഞാൻ ഡെയിലി എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കലണ്ടറിൽ നോക്കിയിട്ട് രാഹുകാലം തീർന്നു എന്നും പറഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ രാഹുകാലത്തായിരിക്കും ഇറങ്ങണേ. 9:42 തുടങ്ങുകയുള്ളൂ, 11:08 വരെ ഉള്ളൂ. നമ്മൾ 9 തൊട്ട് 10:30 വരെ എന്ന് പറഞ്ഞാൽ 10:30 ഇറങ്ങുകയാണെങ്കിൽ കറക്റ്റ് രാഹുകാലത്തിലായി പോകും. മറ്റേ നമുക്ക് ഈ സമയത്തിനകത്ത് ഇറങ്ങിയാൽ മതി, 9:42 ഇറങ്ങിയാൽ മതി. അപ്പോൾ അത് ശ്രദ്ധിച്ചോളാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയവും ഉണ്ട്. അതിൽ ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 6:50 തൊട്ട് 8:16 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 2:01 തൊട്ട് 3:27 വരെയും. ഈ സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ തന്നെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം മുഹൂർത്തങ്ങളുടെ രാജാവാണ്. 12:11 തൊട്ട് 12:59 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യത്തിനും എടുക്കാം. അതായത് മുഹൂർത്തങ്ങളുടെ രാജാവാണ് അഭിജിത്ത്. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്തേ തീരുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കേണ്ട. ഈ സമയത്ത് നമുക്ക് വിനിയോഗിക്കാം. അതുപോലെ തന്നെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ശനീശ്വരൻ്റെ കാര്യത്തിന് ഇറങ്ങുമ്പോൾ മാത്രമല്ല, വീട്ടിൽ നിൽക്കുമ്പോഴും നമ്മൾ ശനിക്കൊരു കളറുണ്ട്. നീലയും കറുപ്പുമാണ് ശനിയുടെ കളറ്. ആ കളറിലുള്ള വസ്ത്രം നമ്മൾ ധരിച്ച് നിൽക്കുകയാണെങ്കിൽ ശനിയുമായിട്ട് ചേർന്ന് പോകുന്നു എന്നാണ്. അപ്പോൾ ശനിയുടെ വിരോധം നമുക്ക് യാക്കത്തില്ല. അതുകൊണ്ടാണ് വസ്ത്രധാരണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തു പോകുന്നത് നന്നായിരിക്കും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.